ജനനായകൻ റിലീസ് മെയ് 14-ന്. സൂര്യനായകനാകുന്ന കറുപ്പ് എന്ന ചിത്രത്തിനൊപ്പം ക്ലാഷ് റിലീസായാണ് ജനനായകൻ എത്തുന്നത്. ജനനായകൻ ടീം ഒഫീഷ്യൽ പോസ്റ്റർ പുറത്തിറക്കി. ഹരികൃഷ്ണൻ ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഹരി, ഒട്ടേറെ ചർച്ച ചെയ്യപ്പെട്ട സാഹചര്യം, പലതവണ മാറ്റിവെച്ച സാഹചര്യം, ഒടുവിലിതാ ജനനായകൻ തിയേറ്ററുകളിലേക്ക് എത്തുന്നു. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, അത് തന്നെയാണ്. മെയ് 14-ാം തീയതി ചിത്രം റിലീസിനെത്തുമെന്ന് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ്. ശ്രീലങ്കയിലെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയായ BNM എന്റർപ്രൈസസിലൂടെയാണ് ഒഫീഷ്യൽ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, സൂര്യ ചിത്രമായ കറുപ്പും അതേ ദിവസമാണ് റിലീസിനെത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു സൂര്യ ചിത്രവും ഒരു വിജയ് ചിത്രവും ഒരുമിച്ച് ഒരേ ദിവസം റിലീസിനെത്തുന്നു എന്നുള്ള ഒരു എന്റർടൈൻമെന്റ് ഫാക്ടർ കൂടി ഇതിനകത്ത് ഉണ്ട്. മറ്റൊരു കാര്യം, KVN പ്രൊഡക്ഷൻസിന്റെ നിർമ്മാണത്തിൽ വരുന്ന ചിത്രമാണ് ജനനായകൻ. ഇതേ KVN പ്രൊഡക്ഷൻസിന്റെ നിർമ്മാണത്തിലെത്തുന്ന ടോക്സിക് എന്ന ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ജൂൺ 4-ൽ നിന്നും മാറ്റിയിരിക്കുന്നു. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. മെയ് 14-ാം തീയതി ഔദ്യോഗികമായി തന്നെ ജനനായകൻ റിലീസിനെത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വേറൊരു കാര്യം, ഇലക്ഷന് മുന്നേ തന്നെ ഈ ചിത്രം ഓൺലൈനിൽ ഇതിന്റെ 3 മണിക്കൂർ 2 മിനിറ്റ് ദൈർഘ്യമുള്ള പ്രിന്റ് തന്നെ പുറത്തു വന്നിരുന്ന സാഹചര്യമുണ്ട്. പലരും ഈ സിനിമ ഓൺലൈനിൽ കണ്ടിരുന്നു എന്നതും കൂടി വളരെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എങ്ങനെയാണോ ലീക്കായത് എന്നതിനെ പറ്റി സംബന്ധിച്ചുള്ള ചർച്ചകളും അന്വേഷണങ്ങളും ഇപ്പോഴും നടക്കുന്ന സാഹചര്യത്തിലാണ് ഒഫീഷ്യലി ചിത്രം തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം കൂടി പുറത്തു വരുന്നത്. ഇതൊന്നാമത്തെ കാര്യം. മെയ് 4-ാം തീയതി നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വരികയാണ്. വിജയ് തമിഴക വെട്രിക്കഴകം എന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. വിജയ് 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു. അതിനുശേഷം കൃത്യം 10 ദിവസങ്ങൾക്ക് ശേഷം, ആ ഇലക്ഷൻ വോട്ട് എണ്ണി കഴിഞ്ഞതിന് ശേഷം കൃത്യം 10 ദിവസങ്ങൾക്ക് ശേഷം ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നു എന്നൊരു ഫാക്ടറും ഉണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയപരമായും ഒരു എന്റർടൈൻമെന്റ് ഫാക്ടറും ഈ റിലീസ് തീയതിയിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്റർടൈൻമെന്റ് ഫാക്ടറിൽ പറയുന്നത് പോലെ സൂര്യ ചിത്രത്തിനൊപ്പം ഒരു ക്ലാഷ് റിലീസ്, അത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്. ഒന്നാമത്തെ കാര്യം, ജനനായകൻ പൊങ്കലിന് റിലീസ് ചെയ്യേണ്ടിയിരുന്ന സമയത്ത് ഇതേ സൂര്യ ചിത്രം റിലീസ് ചെയ്തിട്ട് മാറ്റിവെച്ചത് വിജയ് ആരാധകരുമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകണ്ട എന്ന് കരുതിക്കൊണ്ട് മാത്രമായിരുന്നു. പക്ഷേ പൊങ്കലിന് ജനനായകൻ റിലീസ് ചെയ്തില്ല. നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ടും സെൻസർ ഇഷ്യൂ ഒക്കെ കാരണം ജനനായകനും റിലീസ് ചെയ്തില്ല, സൂര്യ ചിത്രമായ കറുപ്പും എത്തിയില്ല. പക്ഷേ കഴിഞ്ഞ മാസം തന്നെ ഒഫീഷ്യലി സൂര്യയുടെ ചിത്രമായ കറുപ്പിന്റെ അണിയർ പ്രവർത്തകർ മെയ് 14-ന് ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നത് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് ഉൾപ്പെടെ നടത്തിയതാണ്. അതുകൊണ്ട് ആ റിലീസ് തീയതി മാറ്റില്ല എന്നുള്ളതാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. സൂര്യ ചിത്രം 14-ാം തീയതി തന്നെ തിയേറ്ററിലെത്തും. അതിനിടയിലാണ് ഈ വിജയ് ചിത്രവും കൂടി എത്തുന്നത്. അത് തമിഴ്നാട് തിയേറ്റർ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ പ്രതിസന്ധിയിൽ ഉണ്ടാക്കുന്ന കാര്യമാണ്. തിയേറ്റേഴ്സ് സ്പ്ലിറ്റ് ആവും, ആരാധകർ തമ്മിലുള്ള ഫാൻ ഫൈറ്റ് വീണ്ടും കൂടാനുള്ള സാധ്യതയുണ്ട്. ആ ഫാൻ ഫൈറ്റ് എല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനൊരു തീരുമാനം തന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് അവിടുത്തെ അസോസിയേഷൻ എടുത്തിരുന്നത്, ഇത്രയും പ്രധാനപ്പെട്ട താരങ്ങളുടെ ക്ലാഷ് റിലീസ് ഒഴിവാക്കുക എന്നത് സംബന്ധിച്ച്. പക്ഷേ അങ്ങനെ ഒരു രീതിയിലേക്കാണ് വീണ്ടും കാര്യങ്ങൾ മാറുന്നതെന്ന് വേണം തന്നെ മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ വിജയ് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ 2 വർഷം 2 മാസമായിട്ട് തമിഴക വെട്രിക്കഴകം എന്ന പാർട്ടി രൂപീകരിച്ച് ആദ്യമായി നടത്തുന്ന ആ ഒരു തെരഞ്ഞെടുപ്പ്, അതിനുശേഷം 10 ദിവസങ്ങൾക്ക് ശേഷം ജനനായകന്റെ റിലീസും എത്തുന്നു. ഒരുപാട് വിവാദങ്ങൾ, പ്രശ്നങ്ങൾക്ക് ശേഷം തിയേറ്റർ വെളിച്ചം വീണ്ടും കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് വിജയ് ചിത്രം ജനനായകന്റെ അണിയർ പ്രവർത്തകർ നിൽക്കുന്നത്. അഭിലാഷ്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് ഈ സമയത്ത് പറയാനുള്ളത്. യെസ്, തമിഴക രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചിട്ടുള്ള വിജയ്, ആ വിജയ്ക്ക് എത്രത്തോളം വിജയിക്കാൻ സാധിക്കും എന്നത് നമുക്ക് മെയ് 4-ാം തീയതിയാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം ജനനായകൻ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു, പലതവണ റിലീസ് മാറ്റിവെച്ചിരുന്നു. മെയ് 4-ന് ശേഷം 10 ദിവസങ്ങൾക്ക് പിന്നാലെ മെയ് 14-ന് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും എന്നാണ് ഇപ്പോൾ ഒഫീഷ്യൽ പോസ്റ്ററിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.